ഹായ് ഹലോ രേണുക ഉണ്ണിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണു. പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആയുർവേദം കഴിക്കാൻ തുടങ്ങി കേട്ടോ. ആയുർവേദ മെഡിസിനാണ് ഇപ്പോൾ എടുക്കണത്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് വല്ലാത്തൊരവസ്ഥയിലായി, മാറുന്നില്ലല്ലോ. അപ്പം ഞാൻ ആയുർവേദത്തിലേക്കൊന്ന് മാറി. അപ്പോൾ ഇത് കുറേ വർഷമായി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മാറ്റം നോക്കി നോക്കാമെന്നും പറഞ്ഞിട്ട് ആയുർവേദത്തിലേക്കാണ് ഇപ്പോൾ കാണിക്കണത്. പിന്നെ ആയുർവേദത്തിൽ ഫസ്റ്റ് എന്താ പറയുക, നമ്മുടെ നീർക്കെട്ടൊക്കെ കളയലാണ്. നീർക്കെട്ടൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വേണം ഓരോ മെഡിസിനായിട്ട്. ഇപ്പോൾ 2 ആഴ്ചത്തെ മരുന്ന് തന്നിട്ടുണ്ട്. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ പ്രഷർ ലോ ആയിട്ടിരിക്കുകയാണ്. പ്രഷർ വളരെയധികം ലോ ആയി പോകുന്നു. ഭയങ്കര തലച്ചുറ്റി, ഛർദി വരിക, പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥത, എന്തെല്ലോ ഒരു ഭയങ്കര ക്ഷീണം, അസ്വസ്ഥത വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ 2 ആഴ്ചത്തെ മരുന്ന് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടിയും കഴിക്കണം. എന്നാൽ അതിന് ശേഷമാണ് പിന്നെ സാധാരണ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുക. ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ട്. എക്സസൈസ് 2-3 എക്സസൈസും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലോ അട്രാക്ഷൻ. അതായത് ഞാൻ വളരെയധികം ലോയിലാണ്. എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാനേ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരിതാണ്. ഞാൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിത് കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ഞാൻ സ്വയം ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ്. അത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് ഒരു നല്ല ഭംഗിയുള്ള ഒരു കല്ലെടുത്തു. അതായത് നമ്മൾ എല്ലാ കല്ലിനെയും ഒരേപോലെ കാണരുത്. നമ്മൾ ഇഷ്ടം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു കല്ല്. അതായത് നമ്മളിപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവൂലേ നല്ല ഉരുണ്ട് നല്ല ഭംഗിയുള്ള കല്ലുകൾ. ആ കല്ലിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു കല്ല്. അങ്ങനത്തെ ആ ഒരു സ്റ്റോൺ എടുത്തിട്ട് അത് നല്ല കഴുകി വൃത്തിയാക്കി വയ്ക്കുക. വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് എന്താണോ ബുദ്ധിമുട്ട്, നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അത് അങ്ങനെ തോന്നിയ പോലെ എഴുതരുത്. കൃത്യമായിട്ട് നമുക്ക് എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ജോലിക്കാണ് ആഗ്രഹിക്കണമെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇപ്പോൾ നമുക്കൊരു അസുഖമുള്ള ആളാണെങ്കിൽ അസുഖം എന്നുള്ളൊരു വാക്ക് പ്രയോഗിക്കരുത്. ഞാൻ സുഖമായിരിക്കുന്നതിന് നന്ദി, അങ്ങനെ എഴുതണം. നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചിട്ടായി എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ആ സ്റ്റോണിൻ്റെ മേലെ എഴുതി വയ്ക്കുക. എന്നിട്ട് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഒരു പേപ്പറോ നല്ല ഗോൾഡൻ പേപ്പർ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ട് അതിനെ പൊതിഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ അത് നമ്മൾ വീട്ടമ്മമാരാണ്, നമ്മൾ ജോലിക്ക് പോവാത്ത വീട്ടമ്മമാരാണെങ്കിൽ നമ്മൾ അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലക്ക് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ അവിടെ വയ്ക്കുക. എന്നിട്ട് രാത്രി ഉറങ്ങുമ്പോൾ നമ്മളതിനെ നമ്മുടെ തലയിണയുടെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കുക. മനസ്സിലായോ? രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഈ സ്റ്റോൺ എടുത്തിട്ട് നമ്മളതിനെ നമ്മളുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് അതിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന് നമ്മൾ ഒരു 11 പ്രാവശ്യം നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന് കിടക്കും അത്രേ പറയുള്ളൂ രാവിലെ. പിന്നെയൊക്കെ നമ്മൾ അതിനെ കാണുമ്പോൾ നമ്മൾ ആ സ്റ്റോണ് കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് നന്ദി പറയുക. അല്ലാതെ രാവിലെ നമുക്ക് ഫുൾ നമ്മൾ ഏതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു എങ്ങനെയാണ് നമ്മളൊരു ജോലിയാണെങ്കിൽ അത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ജോലി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കിട്ടിയതിന് നന്ദി. എന്നിട്ട് നമ്മൾ ആ ജോലിക്ക് പോകുന്നത്, പിന്നെ പോയിട്ട് വരുന്നത്, പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, അമ്മമാരാണെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്ന വസ്ത്രം, അതൊക്കെ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട് വേണം അതിന് നോക്കിയിട്ട് നമ്മളതിന് നന്ദി പറയാം.
അതിന് ശേഷം നമ്മൾ പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ അതിന് നമ്മൾ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാജിക് സ്റ്റോണിനോട് നന്ദി നന്ദി നന്ദി, എനിക്ക് കിട്ടിയതിന് നന്ദി നന്ദി എന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്കിടയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിനെ നോക്കിയിട്ട്. വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് തലയുടെ അടിയിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ നമ്മൾക്ക് എന്തെല്ലാം നമ്മൾ സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങൾ മുഴുവൻ കാണാം കേട്ടോ. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മളുടെ ബാഗിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വയ്ക്കാം കേട്ടോ. വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൈസ എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ബാഗിൻ്റെ ഉള്ളിൽ കൈയിടുമ്പോൾ, ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ തപ്പുമ്പോൾ നമുക്ക് ആ സ്റ്റോണിനോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഫ്രണ്ട്സുമാരില്ലാത്തവർക്കൊക്കെ ഒരുപാടൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത്. എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെതായ ഒരു ഇതില്ല, അപ്പോൾ നമുക്കിതൊരു വലിയൊരു ആശ്വാസം കിട്ടിയതാണ്. അത് നിങ്ങളെയും കൂടിയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിനോട് ഒരു ആശ്വാസം പറയുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ബാഗിൻ്റെ ഉള്ളിൽ, അപ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിലുള്ള ഫ്രണ്ടിനോട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സുഖമാണോന്നോ എന്ത് വേണമെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം കിട്ടുന്ന പോലത്തെ വാക്കുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കണേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആണുങ്ങളാണെങ്കിൽ അവർ പോക്കറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലോ പാൻറ്റിൻ്റെ പോക്കറ്റിലോ മൊബൈലൊക്കെ വെക്കുമല്ലോ, അപ്പോൾ ആ മൊബൈലിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു സ്റ്റോൺ എടുത്ത് വെച്ചിട്ട് സൂക്ഷിച്ച് അതിനെ നല്ല സന്തോഷിപ്പിച്ച് ആ സ്റ്റോണിനും കൂടെ നമ്മളൊരു മനുഷ്യനായിട്ടോ നമ്മൾ അത്രയും മാജിക്കാണ്. ആ മാജിക് സ്റ്റോൺ എന്നാണ് നമ്മൾക്ക് അതിനൊരു പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ആ മാജിക്ക് കാണിക്കും, ആ സ്റ്റോൺ നമുക്കൊരു മാജിക് കാണിക്കും. ഇത് നല്ല പവറോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ്. അതായത് ഞാനിതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എവിടെ നിന്നും ഒരു വൈബ്രേഷൻ കിട്ടും, നമുക്കൊരു നല്ലൊരു എനർജി കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഈ കാര്യം പറയാനാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സുമാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.